ഇതെന്താ സംഭവിക്കുന്നത്? എന്റെ അമ്മേ! ഹലോ എവരിബഡി, നിങ്ങൾ ആരും ഈ ഡൈനോസറസിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതൊക്കെ മെക്കാനിക്കൽ ഡൈനോസറസ് ആണ്. ഇതിലേക്ക് ഞാൻ ഈ ടവറിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാനാണ് ഡോക്ടർ ഖുറാന. ഞാനൊരു പഴയ സയന്റിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഡൈനോസർ പാർക്കിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ടെമ്പോ അണ്ണനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഈ റിബൺ ഒന്ന് കട്ട് ചെയ്ത് എന്റെ ഈ ഡൈനോസർ പാർക്കിന്റെ ഇനോഗ്രേഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ അമ്മൂ! ഞാൻ ഈ ഡൈനോസർ പാർക്കിന്റെ ഇനോഗ്രേഷൻ എന്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കാം. വൗ! അമേസിംഗ്! ഈ ഡൈനോസർ പാർക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കാലക്കി കളഞ്ഞു. അതിസുന്ദരമായിട്ടുണ്ട്. എനിക്ക് വീണ്ടും വിശപ്പ് തുടങ്ങി. ഇത്രയും വലിയ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. മിക്സ്ഡ് ഫ്രൂട്ട് ജെല്ലി കഴിച്ചോട്ടെ? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇംപ്രസീവ്. ശരി, ഈ പാർക്കിന്റെ പേര് മാത്രമാണോ ഡൈനോസർ? അല്ല, ഇതിൽ ഡൈനോസർ പോലെ വേറെ വല്ലതുമുണ്ടോ? 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരാം. ഇതെന്താ സംഭവിക്കുന്നത്? എന്റെ അമ്മേ! ഹലോ എവരിബഡി, നിങ്ങൾ ആരും ഈ ഡൈനോസറസിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതൊക്കെ മെക്കാനിക്കൽ ഡൈനോസറസ് ആണ്. ഇതിലേക്ക് ഞാൻ ഈ ടവറിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പേടിക്കണ്ട, ഈ ഡൈനോസറുകൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കാണുന്ന ഡൈനോസറസ് എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇതാ നോക്കൂ. ഹലോ, ഞാനാണ് ഇങ്കോ. ഡോക്ടർ ഖുറാന, ഈ വക കാര്യങ്ങളിൽ വളരെ പോപ്പുലർ ആണ്. നിന്റെ ജീവിതം നാശമാക്കുന്നതായിരിക്കും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാനൊരു ചെറിയ സാധനം മോഷ്ടിച്ചതിന് വേണ്ടി നീ എന്നെ ലാബിൽ നിന്ന് പുറത്താക്കിയല്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെ പകരം വീട്ടുന്നത് നോക്ക്. ഷെടാ, ആരോ എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്യാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഇവിടെയുള്ള ഡൈനോസറസ് എല്ലാം എന്റെ കൺട്രോൾ വിട്ടു പോയിരിക്കുകയാണ്. ഡോക്ടർ ഖുറാന, നീ കാരണം ഞാൻ ഒരുപാട് അപമാനപ്പെട്ടു. എന്റെ പകരം വീട്ടിൽ ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം വയലൻസ് ആയിരിക്കും. എല്ലാം ഞാൻ നശിപ്പിക്കും. അതിൽ കുടുങ്ങി പോകുന്നത് നീയായിരിക്കും.
ഇപ്പൊ ഈ ഡൈനോസേഴ്സ് എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. അതിന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്താ ചുവപ്പ് നിറമായി മാറിയത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെ കാണി ലോകം ഞെട്ടും. ഞങ്ങൾ തകർത്തെറിയുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഡമ്മി ഡൈനോസോർ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നീ ഇപ്പൊ ടോണിയോടെ കയറി കളിച്ചിരിക്കുന്നത്. നിന്നെ കാണിച്ചു തരാമടാ. ഈ ഡൈനോസറസ് എല്ലാം ഇപ്പോൾ എന്റെ കൺട്രോളിലല്ല. ആരോ എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ആ ഡൈനോസറസിന്റെ അടുത്തേക്ക് പോകരുത്. ഡോക്ടർ ഖുറാന അങ്കിളിനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ മെക്കാനിക്കൽ ഡൈനോസേഴ്സ് എല്ലാം ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നമുക്ക് ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കണം. അതിലാദ്യം ഡോക്ടർ ഖുറാന അങ്കിളിനെ രക്ഷിക്കണം. ഓക്കേ ബഡി, ലെറ്റ്സ് ഗോ. ഈ ഡൈനോസേഴ്സ് എല്ലാം എങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയത്? കാരണം ആരോ എന്റെ കൺട്രോൾ സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുകയാണ് മോനെ. ഇപ്പൊ എന്റെ കൺട്രോളിലല്ല, അവന്റെ കൺട്രോളിലാണ് എല്ലാം ഉള്ളത്. ഈ പ്രശ്നത്തിന് എല്ലാം കാരണം അവനാണ്. അവനെന്ന് പറഞ്ഞ ആരാ? അതാ എനിക്ക് മനസ്സിലാകാത്തത് കീക്കോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 144 ആക്ടിവേറ്റ് ചെയ്യ്. ഓൾ റൈറ്റ് ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 144. ഇത് കണ്ടോ, ആ ഡയറക്ഷനിൽ നിന്നും ഹൈ ഫ്രീക്വൻസി വേവ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡൈനോസറിനെ കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽസ് ദേ അവിടെ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. ഷെടാ, അവൻ എന്റെ അസിസ്റ്റന്റ് ബണ്ണിയാണ്. അവൻ എന്റെ ലാബിൽ നിന്ന് മോഷ്ടിച്ചത് കൊണ്ട് ഞാൻ അവനെ പുറത്താക്കി. അതുകൊണ്ട് അവൻ നിങ്ങളോട് പകരം വീട്ടുകയാണെന്ന് തോന്നുന്നു. വിഷമിക്കേണ്ട അങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ബ്രദർ. നിങ്ങളിപ്പോ ഡൈനോസർ സിസ്റ്റം ഹാക്ക് ചെയ്ത് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ പ്ലീസ് അതൊന്ന് നിർത്തിവെക്കൂ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ മിസ്റ്റർ ബണ്ണി. ആ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് തന്നേക്ക്. ഓ, നിനക്ക് ലാപ്ടോപ്പ് വേണോ? ഇപ്പൊ തന്നെ തന്നേക്കാം. പക്ഷേ ഓട്ടോ ഡിസ്ട്രക്ഷൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷം തന്നേക്കാം. ഇനി ആ ഡൈനോസോറിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഓട്ടോ മോഡിലാണ്. കണ്ണിൽ കണ്ടതെല്ലാം അത് നശിപ്പിക്കും. ബൈ ബൈ ഡോക്ടർ ഖുറാന. വേഗം ചെന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പണി നോക്ക്. പുലിയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട് മുതലയുടെ വായിൽ ചാടിയ കഥയാണിത്. എന്നോട് കളിക്കില്ലേ മോനെ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ബണ്ണി അവര് പിടികൂടി. പക്ഷേ ഡൈനോസറിനെ നമ്മൾ എങ്ങനെ തടഞ്ഞു നിർത്തും? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്.
ഓടി ഓടി എനിക്കിപ്പോ വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ എന്തെങ്കിലും അകത്താക്കുന്നതിന് മുമ്പ് ഇവൻ എന്നെ അകത്താക്കുന്ന തോന്നുന്നു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 88 ആക്ടിവേറ്റ് ചെയ്യ്. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 88 ആക്ടിവേറ്റ് ചെയ്തേക്കാം. നീ എന്നെ തള്ളി വിട്ടുവല്ലടാ. നിങ്ങൾ എല്ലാവരെയും ഞാനിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഹലോ ഡൈനോസേഴ്സ്, ഞാൻ നിങ്ങൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് നിങ്ങൾ എല്ലാവരും എന്റെ അമ്മോ, അയ്യോ, എന്താ ഇത്? നമ്മുടെ കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും ആരെങ്കിലും രക്ഷിക്കേ. സൂപ്പർ സ്പീഡോയെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അവനാണ് അൺബ്രേക്കബിൾ. സൂപ്പർ സ്പീഡോ, നിന്റെ ബ്ലാസ്റ്റിംഗ് മിസൈൽ വെച്ച് അവരെ എല്ലാം തകർത്തേക്ക്. ഓക്കെ ബഡി കീക്കോ. ഇപ്പൊ നോക്കിക്കോ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ സിറ്റിയെ നശിപ്പിക്കാൻ പോവുകയാണ്. ഓ നോ, നമ്മുടെ മിസൈൽസ് പോലും ശരിക്കും വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ട് ആകില്ല. ഞാൻ അവരെ വളരെ സ്പെഷ്യൽ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർ അങ്കിൾ, ഈ ഡൈനോസറസ് എനർജിയുടെ സോഴ്സ് എന്താണ്? ഐ മീൻ, എന്തെങ്കിലും എഞ്ചിൻ ഉണ്ടോ? അതല്ലെങ്കിൽ ഡൈനോസറസിന്റെ പവർ സോഴ്സ് ബാറ്ററിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ ബാറ്ററീസ് ഡെഡ് ആയി കഴിഞ്ഞാൽ അത് നിൽക്കുമല്ലേ? കറക്റ്റ് ആണ് കീക്കോ. ഓൾ റൈറ്റ് ബഡി. പക്ഷേ ബഡി, അതിനു മുമ്പ് നമുക്ക് ഡോക്ടർ അങ്കിളിനെ സേഫ് ആയിട്ട് താഴെ ഇറക്കി വിട്ടേക്കാം. ഓക്കെ സൂപ്പർ സ്പീഡോ, കഴിയുന്നിടത്തോളം ടിങ്കുവിനെയും മങ്കുവിനെയും ഓടിപ്പിക്കേ. എങ്കിലേ അവരുടെ എനർജി ഡ്രെയിൻ ആവത്തുള്ളൂ. പിന്നെ ഈ സിങ്കുവിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഇതാ വരുന്നു ഡൈനോസറസ്. എന്റെ ദൈവമേ, ഹലോ എങ്കോ, ഞാൻ ഇവിടെയുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പറഞ്ഞോ. അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നെ നീ പറ്റിച്ചുവല്ലേ. ഇനി ഞാൻ നിന്നെ വരുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം എന്നെ ഒന്ന് പിടിച്ച് കാണിക്ക്. വരൂ വരൂ, എന്റെ പുറകെ വരൂ. എനിക്ക് വേണ്ടത് അത് തന്നെയാണ്. We will make them rock and roll. These dinosaurs are out of control. Mr. Kurana's gonna get a nap. We will save them in a snap. You have messed with the wrong city. Now we'll fight you with no pity. Kiko, get the formula set. Make the dinosaurs regret. ആ വണ്ടിക്ക് തീ വെച്ച് ഞാനിപ്പോ നശിപ്പിക്കും.
രക്ഷപ്പെടുന്നത്. ദേ കണ്ടോ, അവന്റെ ബാറ്ററി ഡൗൺ ആയി. നിൽക്കാതെ ഓടി ഓടി എന്റെ എഞ്ചിൻ ഓവർ ഹീറ്റായി പോയി. കീക്കോ, അവർ ഇലക്ട്രിക് വയർ വെച്ച് സ്വയം തന്നെ ബാറ്ററി ചാർജ് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യും? അവന്മാരെ ഒന്ന് കളിപ്പിക്കാൻ ഫോർമുല നമ്പർ 72 ആക്ടിവേറ്റ് ചെയ്യണം. യോ ബഡി, ഫോർമുല നമ്പർ 72 ആക്ടിവേറ്റിംഗ്. ഇനി നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ റെഡിയാണല്ലോ? അതെ, റെഡിയാണ് കീക്കോ. ഞാനൊരു ബ്ലൂ കളർ സിമ്പിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്തു വാ. ആ അടയാളം തീരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ജമ്പ് ചെയ്യൂ. ഓൾ റൈറ്റ് സൂപ്പർ സ്പീഡോ. പറ്റൂ സൂപ്പർ സ്പീഡോ. എത്ര പെട്ടെന്നാ നീ ആ കുഴി റെഡിയാക്കിയത്. എന്റെ സൂപ്പർ സ്പീഡോ ഡ്രില്ലിംഗ് മെഷീൻ വേണം നന്ദി പറയാൻ. ശരി, ഓക്കെ. ടിങ്കുന്റെ മിങ്കുന്റെ പ്രശ്നം തീർന്നല്ലോ അല്ലേ? അല്ല, ടിങ്കുവെ നമ്മൾ വേറെ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. അങ്ങോട്ട് നോക്കൂ. ഇപ്പൊ എന്ത് ചെയ്യും കീക്കോ? ഇനി അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ഫോർമുല നമ്പർ 777 ആക്ടിവേറ്റിംഗ്. ഇന്ന് ഞാൻ നിന്നെ തീയിലിട്ട് പൊരിച്ച് തന്തൂരി ചിക്കൻ പോലെയാക്കി മാറ്റും. സൂപ്പർ സ്പീഡോ, വേഗം മിസൈൽ ഷൂട്ട് ചെയ്യ്. ഇനി ഇവന്മാരുടെ ബാറ്ററീസ് ടോട്ടലി ഡൗൺ ആകാത്തത് വരെ ഇവന്മാർ ഇവിടെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം ഖുറാന അങ്കിളിനെ ലാബിലേക്ക് പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാം അടിച്ച് ചമ്മന്തി ആക്കിയില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ. ഇതേ ഗതികേട് നമുക്ക് സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്നും എസ്കേപ്പ് ആവാം. മേയർ അങ്കിളിന് 1 to 50 ശരിക്കും കൗണ്ട് ചെയ്യാൻ പോലും അറിയത്തില്ലെന്നാ തോന്നുന്നത്. ഓക്കേ, ഞാൻ 50 കഴിഞ്ഞു. അടുത്തതായി ടെമ്പോ ആണ് നീയാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ പുറകുന്ന് തള്ളിവിട്ട് എനിക്കും കൂടെ ചേർത്ത് 50 കഴിഞ്ഞു സാറേ. വരൂ, നമുക്കിപ്പോ അടുത്ത എക്സസൈസ് ചെയ്യാം. തീർച്ചയായിട്ടും കറക്റ്റ് ആണ് പറഞ്ഞത്. വരൂ, നമ്മൾക്കിപ്പോ പുഷപ്സ് എടുക്കാം. നിങ്ങൾ വേണം നോക്കിക്കോ, ഇപ്രാവശ്യം ഞാൻ 50 പുഷപ്സ് എടുക്കാൻ പോവുകയാണ്. മോർണിംഗ് മേയർ അങ്കിൾ. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണ. മോർണിംഗ് കീക്കോ. വരൂ, ഇപ്രാവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം. അവര് ശരിക്കും 1 to 50 കൗണ്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു എക്സസൈസ് ചെയ്താലും 50 ടൈം ചെയ്യണമെന്ന്.
കണ്ടോ, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ഞാൻ 50 ടൈംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? ഡോക്ടറിന്റെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ എക്സസൈസും 50 പ്രാവശ്യം ചെയ്യണമത്രേ. എന്റെ അമ്മോ, അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞത്? 1 to 50 ഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാനാ പറഞ്ഞത്, നടുവിൽ മിസ് ചെയ്യരുത്. കറക്റ്റ് ആണ് ടംബു അണ്ണാ. ബെൽറ്റ് വാങ്ങിക്കോ, ബെൽറ്റ്. പട്ടിണി കിടക്കാതെ പരിശ്രമിക്കാതെ നിങ്ങളുടെ തടി കുറയ്ക്കാം. ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാൻസ് പോലും കളിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ വണ്ണം ഉടൻ തന്നെ കുറയുന്നതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു പുതിയ ഇമേജ് കിട്ടുന്നതായിരിക്കും. ബെൽറ്റ് വാങ്ങിക്കോ, ബെൽറ്റ്. ഇയാള് ചലിക്കുന്ന ഒരു ബെൽറ്റിന്റെ കടയാണെന്ന് തോന്നുന്നല്ലോ. ഹലോ, എന്റെ പേര് ബെൽറ്റോയാണ്. നിങ്ങൾ രണ്ടാളും ഈ ബെൽറ്റ് വാങ്ങിച്ചോ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ തടി എളുപ്പം കുറയും. അതും എണ്ണി 24 മണിക്കൂറിനുള്ളിൽ. കലക്കെ, നല്ല സംഭവം. എന്നാ ഇനി പട്ടിണി കിടക്കണ്ട, പരിശ്രമിക്കേണ്ട ആവശ്യവുമില്ല. എന്താണ് ഇതിന്റെ വില? വലിയ വിലയൊന്നുമില്ല സാറേ, അതായത് ഫ്രീ ആണ്. ഫ്രീ ഫ്രീ ഫ്രീ. എന്റെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിട്ട് ബെൽറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. വാങ്ങിച്ചോളൂ, നിങ്ങൾ പോലൊന്ന് വാങ്ങിച്ചോളൂ. ഇത് ശരീരത്തിന്റെ തടി മാത്രമല്ല കുറയ്ക്കുന്നത്, ഇത് നിങ്ങളുടെ ഇന്റലിജൻസും അധികപ്പെടുത്തുന്നതാണ്, വിശപ്പ് കുറയ്ക്കുന്നതാണ്, അതേസമയം ശക്തിയും അധികമാക്കുന്നു. എന്റെ അമ്മോ, ഇത് 3-in-1 ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വാങ്ങാം. ഞങ്ങൾക്ക് വേണം ഫ്രീ ബെൽറ്റ്. അതെ അതെ, വാങ്ങിച്ചോളൂ. ഇന്നാ പിടിച്ചോ, ഇത് നിനക്കുള്ളതാണ്. വേണ്ട വേണ്ട, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. വാങ്ങിച്ചോ കിക്കോ, ഫ്രീ അല്ലേ. ലോകത്ത് ഒരു സാധനവും ഫ്രീ ആയിട്ട് കിട്ടില്ല. ഓരോ സാധനത്തിനും ഒരു വിലയുണ്ട്. എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ അതാണ് പ്രോബ്ലം. ഇത് കണ്ടോ ബെൽറ്റിന്റെ അത്ഭുതം. ടോണി ബോസിന് കാണിക്കാൻ പറ്റും ഇതുപോലത്തെ മായാജാലം. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. എന്താണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞേ? ഒന്നുമില്ല ടോണി ബോസ്, ഞങ്ങൾ പറഞ്ഞത് വരൂ നമുക്കും ഓരോ ബെൽറ്റ് വാങ്ങാലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, എന്നാ പിടിച്ചോ. കൊള്ളാം സാർ, എന്തൊരു റൈഡായിരുന്നു. എമർജൻസി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ റൈഡ് ചെയ്യേണ്ടി വരും, മിന്നൽ വേഗത്തിൽ. സാറ് പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്കും സൗജന്യമായിട്ട് ബെൽറ്റ് വേണം. പിന്നെന്താ, തീർച്ചയായിട്ടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സംഗതി കൊള്ളാലോ. ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യാതെ തന്നെ എന്റെ ബോഡി വെയിറ്റ് അങ്ങ് കുറയുമെന്നാ തോന്നുന്നത്. ഓ, ഇതിലൊരു ലൈറ്റും കത്തുന്നുണ്ടല്ലോ. എന്താ പറ്റിയത്? ഞാൻ എന്തിനു പുഷപ്സ് എടുക്കുന്നത്? എന്റെ ശരീരം ഇപ്പോൾ എന്റെ കൺട്രോളിലല്ലോ. സ്പീഡ് കണ്ടാൽ ഇന്ന് 50 പുഷപ്സ് എടുക്കുമെന്ന് തോന്നുന്നു. 50 പ്രാവശ്യമൊന്നും വലിയ കാര്യമല്ല. ഞാനൊരു പ്രാവശ്യം എത്ര പുഷപ്സ് എടുത്തിട്ടുണ്ടെന്നറിയോ? എണ്ണത്തിൽ അടങ്ങില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ പുഷപ്സ് നിർത്തിയിട്ടില്ല. സത്യാണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആരെങ്കിലും എന്നെ പുറത്ത് വന്ന് ചാടട്ടെ. എന്റെ അമ്മോ, എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാ നിങ്ങളെ മേലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? എന്നുവെച്ചാൽ മേയർ അങ്കിൾ പറഞ്ഞത് കള്ളാണല്ലേ? സോറി ആന്റി, എന്നോട് ക്ഷമിക്കൂ ആന്റി, ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
പക്ഷെ എന്റെ ദൈവമേ, എനിക്ക് എന്താ പറ്റിയത്? എന്റെ കൈ, കാല്, പിന്നെ എന്റെ വായും ഇതൊന്നും എന്നെ കൺട്രോൾ ചെയ്യാലല്ലോ. കീക്കോ, എനിക്ക് തോന്നുന്നത് എന്റെ ബോഡിയെ വേറെ ആരോ ആണ് കൺട്രോൾ ചെയ്യുന്നതെന്നാ. അതെ, പക്ഷേ അതാരായിരിക്കും? എടാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നീ നിന്റെ ബോസിനെ തല്ലും അല്ലേടാ? റോൾ നമ്പർ 420 കയറി കളിച്ചാലുണ്ടല്ലോ. സോറി ബോസ്, ഞങ്ങളുടെ കൈകൾ ഇപ്പൊ ഞങ്ങളുടെ കൺട്രോളിലല്ല. പക്ഷെ എന്റെ കൈ എന്റെ കൺട്രോളില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാം അടിച്ച് ചമ്മന്തിയാക്കിയില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ. ഇതേ ഗതികേട് നമുക്ക് സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്നും എസ്കേപ്പ് ആവാം. ഇതൊക്കെ സംഭവിക്കാൻ കാരണം ആ ബെൽറ്റ് ആണെന്ന് തോന്നുന്നത്. ഞാനത് ആദ്യം റിമൂവ് ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യും? ഇത് ഊരിയെടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്യണം. കീക്കു, എന്റെ പോക്കറ്റിൽ കട്ടർ ഉണ്ട്. നീ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യേ. ഈ ബെൽറ്റ് ഊരി പോരുന്നില്ലല്ലോ. അതൊരിക്കലും ഊരിയെടുക്കാൻ പറ്റില്ല മോനെ. ഇത് ബെൽറ്റോ തന്ന ബെൽറ്റാ. ഇട്ട് കഴിഞ്ഞാ പിന്നെ പെട്ടുപോയി നടത്താം. ഇനി നിന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ ബോഡിയും എന്റെ കൺട്രോളിലാണ്. ഞാൻ എന്ത് ചെയ്യാൻ വിചാരിക്കുന്നുവോ അതായിരിക്കും അവര് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബെൽറ്റോ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ കൺട്രോളിൽ വെച്ച് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. അത് ആദ്യം അങ്ങ് നിർത്തിയേക്കോ. മിസ്റ്റർ ബെൽറ്റോ അവരെ എല്ലാവരെയും ഈ റിമോട്ട് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഞാൻ ഇപ്പോൾ ആ റിമോട്ട് കയ്യിലെടുക്കണം. ഓക്കെ, ഞാൻ അവരെ കൺട്രോൾ ചെയ്യുന്നില്ല. കാരണം ഇനി അവരെല്ലാവരും വേസ്റ്റ് ആണ്. ബെൽറ്റോയുടെ അടിമകളാണ് അവരെല്ലാം. എങ്ങനെയുണ്ട് എന്റെ കളി? നീ ഈ നിൽക്കുന്ന ബെൽറ്റോയുടെ അടുത്ത് നെരുങ്ങി വരണമെങ്കിൽ ബെൽറ്റോയുടെ ആർമിയുടെ കൂടെ നീ യുദ്ധം ചെയ്യണം. എന്ത് ചെയ്യാനാ മോനെ കീക്കോ? ഐ ആം സോറി. എന്റെ കൈ ഇപ്പൊ എന്റെ കൺട്രോളിലല്ല. എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നവുമില്ല ടെമ്പോ അണ്ണ. സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്താൽ പോലും അവർക്ക് മുറിവേൽക്കുന്ന തോന്നുന്നേ. എല്ലാം എനിക്കറിയാം. ഡോണ്ട് വറി. എത്രയും പെട്ടെന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ബെൽറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തും. ബെൽറ്റോയുടെ അറ്റാക്ക്. അറ്റാക്ക്.
മിസ്റ്റർ ബെൽറ്റോ അതിവേഗത്തിലാണല്ലോ പോകുന്നത്. ഇനി ഓടിയിട്ട് കാര്യമില്ല. ഞാൻ സൂപ്പർ സ്പീഡോയെ പിടിച്ചേ പറ്റൂ. വേഗം, അതിവേഗം. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല. ഹലോ ബഡി കീക്കോ, എത്തിക്കഴിഞ്ഞു സൂപ്പർ സ്പീഡോ. കുട്ടി കുറുമ്പുകൾ ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുസ്തി ചെയ്യണോ? വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, എല്ലാവരുടെ ബെൽറ്റും കൺട്രോൾ ചെയ്യുന്ന മിസ്റ്റർ ബെൽറ്റോയുടെ റിമോട്ട് നമുക്ക് കണ്ടെടുക്കണം. ഓക്കെ ബഡി കീക്കോ. Belto is a troublemaker. Without him the city is safer. All our friends are in the trap. We will save them in a snap. Belto, better watch out. Mess with us and you'll go down. Find a way to break the trap and try to bring the remote back. കീക്കോ, ഇങ്ങനെയൊക്കെ ഞാൻ ഹൈ ജമ്പ് ചെയ്താൽ എന്റെ സസ്പെൻഷൻ ഡാമേജ് ആയി പോകും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 85 ആക്ടിവേറ്റ് ചെയ്യ്. യാ ബഡി, ഫോർമുല നമ്പർ 85 ഇതാ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. മിസ്റ്റർ ബെൽറ്റോ പവർഫുൾ സ്റ്റണ്ട്മാൻ ആണെന്ന് തോന്നുന്നു. ഇനി അയാളെ പിടിക്കണമെങ്കിൽ നമ്മൾ ഫോർമുല നമ്പർ 115 ആക്ടിവേറ്റ് ചെയ്യണം. ഫോർമുല നമ്പർ 115 ആക്ടിവേറ്റ് ചെയ്തിട്ട് ചുമരിൽ പല്ലിയെ പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കും. ഒരു രക്ഷയുമില്ല. ഞാൻ എന്റെ ആർമിയെ ഇപ്പൊ യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ. ബെൽറ്റോയുടെ അറ്റാക്ക്, സട്ട് സട്ട് അറ്റാക്ക്. സൂപ്പർ സ്പീഡോ, നമ്മളിങ്ങനെ വൺ വേയിൽ പോയിക്കൊണ്ടിരുന്നാൽ ആക്സിഡന്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വേറൊരു റൂട്ടിൽ പോ ബഡി. ഓക്കേ കീക്കോ. കീക്കോ, എന്താ ഇതൊക്കെ? ഈ കാർ നമ്മുടെ കൺട്രോളിലാണ്, പക്ഷെ നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോളിലല്ല. മമ്മി രക്ഷിക്കൂ. സൂപ്പർ സ്പീഡോ, സ്പീഡ് കൂട്ട്. അല്ല, അത് വേണ്ട. സൂപ്പർ സ്പീഡോ, റിവേഴ്സിൽ ചെല്ല്. ഓ നോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർ നമ്മളെ നാല് വശത്തും ചുറ്റി വളച്ചിരിക്കുക. Don't worry, Kiko.
എന്തൊരു കാറാ ഇത്? ശരിക്കും ഇതൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. മിസ്റ്റർ ബെൽറ്റോ, ഓപ്പൺ ആയിട്ട് കാര്യം പറയൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, ഞാൻ തെളിച്ച് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് ഈ സൈക്കിൾ ഓടിച്ചോടിച്ച് ബോറടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോ നിന്റെ ആ കാറ് വേണം. അതായത് R7 ആണ് വേണ്ടത്. ബെൽറ്റോയുടെ അറ്റാക്ക്, സാറ്റ് സാറ്റ് അറ്റാക്ക്. പറ്റില്ല, ഞാനത് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ഓഫോ, എന്നാൽ ശരി, തരണ്ട. ഞാനപ്പോ ഇവന്മാരെ ഓരോരുത്തരായിട്ട്, അതായത് നിന്റെ ഓരോ കൂട്ടുകാരന്മാരുടെയും ജീവൻ എടുക്കാൻ പോവുക. ഡോഡോ, നീ ചെന്ന് എന്റെ ആപ്പിൾ എടുത്തോണ്ട് വാ. കീക്കോ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. മിസ്റ്റർ ബെൽറ്റോ, ഡോഡോയെ വിട്ടേക്ക്. വിട്ടേക്കാം, നീ പറഞ്ഞതുപോലെ വിട്ടേക്കാം. ഇപ്പോൾ നീ അവനെ രക്ഷിച്ചു. മറ്റുള്ളവരൊക്കെ നീ എങ്ങനെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാരണം ബെൽറ്റോയുടെ ഈ അറ്റാക്ക്, സട്ട് സട്ട് അറ്റാക്ക്. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, R7 കാർ എനിക്ക് തന്നേക്ക്. എന്നിട്ട് നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വെക്കോ. എന്നാൽ ശരി, എന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് അവസാനമായിട്ട് ഞാൻ സൂപ്പർ സ്പീഡോയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. R7 വിട്ടുകൊടുക്കരുത്. അതല്ലാതെ ഇപ്പൊ എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. ഐ എം സോറി സൂപ്പർ സ്പീഡോ. ഞാനിപ്പോൾ നിന്നെ മിസ്റ്റർ ബെൽറ്റോയ്ക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗീക്കോ. നിന്നെ വിട്ട് പിരിയാൻ എനിക്കും തോന്നുന്നില്ല. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. വേഗം, അതിവേഗം R7ന്റെ അകത്തേക്ക് സൂപ്പർ സ്പീഡോ കാർ ചെല്ലട്ടെ. ഞാൻ R7 നിങ്ങൾക്ക് വിട്ടുതരണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം എനിക്ക് ആ റിമോട്ട് വിട്ടുതരണം. ഡീൽ ഡൺ 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 ഡൺ. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിന്റെ രണ്ട് കാലുകളും കെട്ടിവെക്കും. എന്നിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നിന്റെ സൂപ്പർ കിക്കിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയാ. ബെൽറ്റ് എല്ലാം എന്താ ഡീആക്ടിവേറ്റ് ആകാത്തത്? കാരണം അത് ഡമ്മി പീസാണ്. ഒറിജിനൽ ഇപ്പോൾ എന്റെ കയ്യിലാ ഉള്ളത്. സൂപ്പർ സ്പീഡോ എനിക്കിപ്പോ സ്വന്തമായി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് റിമോട്ട് എന്റെ കയ്യിൽ തന്നെ വെച്ചേക്കാം. എങ്ങനെയുണ്ട് ബെൽറ്റോയുടെ അറ്റാക്ക്? സട്ട് സട്ട് അറ്റാക്ക്. R7, നീ നിന്റെ പുതിയ ഓണറിന്റെ വോയിസ് റെക്കോർഡ് ചെയ്തോ? ഇനി മുതൽ കമാൻഡ്സ് ഞാനായിരിക്കും തരുന്നത്. വേഗം, അതിവേഗം R7ൽ നിന്നും പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം, അതിവേഗം R7ൽ നിന്നും പുറത്തു വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. എന്ത് കുന്ത്രാണ്ട പാടാ നീ കാട്ടിക്കൂട്ടിയിരിക്കുന്നേ? നിങ്ങൾ ചെയ്തത് തന്നെയാ ഞാനും ചെയ്തത് മിസ്റ്റർ ബെൽറ്റോ. അത് ഡമ്മി R7 ആണ്. ഒറിജിനൽ ഇവിടെയുണ്ട്. അത് ഞാൻ എപ്പോഴാ മാറ്റിയെന്നറിയോ? ഞാൻ സൂപ്പർ സ്പീഡോയുടെ ഗുഡ് ബൈ പറയാൻ പോയില്ലേ, അപ്പോഴാണ്. എന്ന് വെച്ചാൽ നീ എന്നെ പറ്റിച്ചു അല്ലേ? ഇപ്പൊ നോക്കിക്കോ, നിങ്ങളെ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ.
ബെൽറ്റോയുടെ അറ്റാക്ക്, സെറ്റ് അറ്റാക്ക്. ബെൽറ്റുകളെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഇപ്പോ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇല്ല, നീ എന്റെ റിമോട്ട് തല്ലി പൊട്ടിച്ചു. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ ഓടുന്നവന്റെ ഗതിയൊക്കെ ഇതായിരിക്കും അവസാനം. എന്താ പറഞ്ഞു വരുന്നത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. നീ ശരിയാ പറഞ്ഞത് കീക്കോ. ഈ നിമിഷം മുതൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഫ്രീ ആയി കിട്ടുന്ന ഒരു സാധനവും യൂസ് ചെയ്യില്ല. നോക്കൂ മിസ്റ്റർ ലട്ടു, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പൈസ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഞങ്ങളുടെ കീക്കോ അങ്ങ് വിട്ടേക്കൂ. അവനെ വിട്ടയക്കണോ അതോ തട്ടി തെറിപ്പിക്കണോ എന്ന് ആലോചിക്ക. ഒരു കാര്യം ചെയ്തേക്കാം, രണ്ടും ചെയ്തേക്കാം. ഇവന് മലയുടെ മുകളിൽ നിന്നും തള്ളി വിട്ടേക്കാം. പമ്പരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന കീക്കോ രക്ഷപ്പെടും. മലമുകളിൽ നിന്നും താഴെ വീണ ചത്തും പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യും? പറയുകയാണെങ്കിൽ സൂപ്പർബ്ലി ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക്കിനെക്കാളും വളരെയധികം ഫാന്റാസ്റ്റിക് എന്ന് വെച്ചാൽ വെരി വെരി ഫാന്റാസ്റ്റിക്. നീ ഇങ്ങനെ ചാടിക്കളിക്കുന്നത് കാണുമ്പോൾ എന്റെ വയറ്റിന്റെ അകത്ത് എനിക്ക് വിശപ്പ് ചാടിക്കളിക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ശരി, ഇനി നിങ്ങൾ രണ്ടാളും ചേർന്ന് ആ വലിയ കല്ലെടുത്തോണ്ട് പോയി ആ മരത്തിൽ കെട്ടിവെക്കും. പക്ഷെ എന്തിനാ? നിന്റെ ഒരു കിക്ക് മതി ആരെ വേണമെങ്കിലും തവിട് പൊടിയാക്കി മാറ്റും. പിന്നെന്തിനാ നീ ഒരു പ്രാവശ്യം 2 കിക്കുകൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നത്? ആവശ്യമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വിരോധികളും പ്രശ്നങ്ങളും ഒരേപോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഡബിൾ കിക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നിന്റെ കിക്കിന്റെ പവർ ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ അതിന്റെ പവർ ഡബിൾ ആകും, റൈറ്റ്? യെസ്, ഡബിൾ കിക്ക് എന്ന് വെച്ചാൽ ഡബിൾ പവർ. ഡബിൾ പവർ എന്ന് കേട്ടപ്പോൾ എന്റെ വിശപ്പും ഡബിളായി മാറിയിരിക്കുക. ഒരൽപ്പം ഡബിൾ റൊട്ടി കഴിച്ചോട്ടെ. ഓക്കെ, ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് അല്പം കളിക്കാം. ഓക്കെ, ഇത് കണ്ടോ? അയ്യോ, സാറേ, നിങ്ങളുടെ പമ്പരം കാണുന്നില്ലല്ലോ. കാരണം അതൊരു സീക്രട്ട് പമ്പരമാണ്. ജൂനിയർ ഡിറ്റക്റ്റീവ്, നീ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. എന്നെ പോലുള്ള ഡിറ്റക്റ്റീവിന്റെ പമ്പരവും സീക്രട്ട് ആയിരിക്കും. കലക്കി സാറേ, എന്തൊരു ഡയലോഗാ പറഞ്ഞത്. ഞാൻ അത് ഈ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കൊള്ളാലോ. നിങ്ങൾ എല്ലാവരും എത്ര നന്നായിട്ടാ പമ്പരം വെച്ച് കളിക്കുന്നത്. കലക്കി. ഞാനും പമ്പരം വിട്ട് കളിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ ഞാനും പമ്പരം വിട്ട് കളിക്കുമായിരുന്നു. അറിയുമോ, ഒരു പ്രാവശ്യം ഞാനൊരു വലിയ പമ്പരത്തിനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചുറ്റിവിട്ടു. അത് ചുറ്റിക്കറങ്ങി പുറത്തേക്ക് പോയി യൂണിവേഴ്സിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ കിടന്ന് ചുറ്റാൻ തുടങ്ങി. പിന്നീട് ജനങ്ങൾ ആ പമ്പരത്തിനെ കണ്ടിട്ട് നിലാവെന്ന് വിളിക്കാൻ തുടങ്ങി. അല്ലാതെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ കാണുന്ന മരക്കൊമ്പ് എന്റെ തലയിൽ വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണല്ലേ? ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ.
അല്ല നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഈഷ്, എനിക്കെന്താണ് പ്രശ്നം? അതിങ്ങ് തരൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം പമ്പരം വെച്ച് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. പേടിക്കണ്ട, ഇപ്രാവശ്യം ഞാൻ അത്ര വേഗമൊന്നും എറിയില്ല. പമ്പരം ഭൂമി വിട്ട് പുറത്തേക്കൊന്നും പോവില്ല. ഇതിൽ ചിരിക്കാൻ എന്താണുള്ളത്? ഞാൻ മനഃപൂർവ്വമാണ് ആ പമ്പരം തലകീഴ ഇങ്ങനെ ചുറ്റിവിട്ടത്. ശരിക്കും അത് ചുറ്റിയിരുന്നെങ്കിൽ തറയിൽ വലിയൊരു കുഴി ഉണ്ടായേനെ. അത് എത്ര വലിയ കുഴിയായിരിക്കും? ഇത്രയ്ക്ക് വലുതാണോ? അല്ലെങ്കിൽ ഇത്ര വലുതാണോ? അതല്ലെങ്കിൽ ഇത്ര വലിയതാണോ? എങ്ങനെയുണ്ട് ഈ ലഡ്ഡു മാസ്റ്ററിന്റെ കളി? അതുകൊണ്ട് ആരും ഒരിക്കലും എനിക്കെതിരായി കളിക്കില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ലഡ്ഡു. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വലിയ വലിയ കുഴികൾ ഉണ്ടാക്കി സൺസിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് നന്ദി പറയേ. ഇതുവരെ ഞാൻ നിന്റെ സൺസിറ്റിയിൽ മാത്രമേ കുഴിയെടുത്തിട്ടുള്ളൂ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ആരും കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ സൺസിറ്റിയും ഈ കുഴികൾക്കകത്തായിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. എനിക്ക് ഒരുപാട് പണം വേണം. പണം. ഒരു പക്ഷേ ഞങ്ങളത് തരാൻ സമ്മതിച്ചില്ലെങ്കിലോ? യെസ് ബോസ്. ആരെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞാൽ സൺസിറ്റിയിൽ പിന്നെ പമ്പരത്തിന്റെ കളിയുടെ പൂരമായിരിക്കും. എല്ലാവരുടെ വീടും ഞാൻ തവിട് പൊടിയാക്കി മാറ്റും. ബോസ്, ഇന്നെങ്കിലും നിങ്ങളുടെ പഞ്ചിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് അതിന്റെ തക്ക സമയം. ആ പറഞ്ഞത് ശരിയാ. ഇപ്പൊ തന്നെ ആ ലട്ടുവിനെ ഞാൻ തല്ലി തകർത്തേക്കാം. മര്യാദക്ക് എന്റെ ഈ സിറ്റി വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് അങ്ങ് പെരുമാറും പറഞ്ഞേക്കാം. പിന്നെ നിനക്കിതുപോലെ ചുറ്റാനും കറങ്ങാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യണ ചക്ക, നീ ആദ്യം ഞങ്ങൾക്കൊന്ന് പഞ്ച് ചെയ്ത് കാണിക്കേ. നോക്കൂ മിസ്റ്റർ ലഡ്ഡു, ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് പൈസ കൊള്ളയടിക്കുന്നത് വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്. നല്ല കാര്യങ്ങൾ ചെയ്യൂ. മിസ്റ്റർ ലഡ്ഡു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ കീക്കോ ഇവിടെ ഉള്ളത് വരെ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും നിറവേറില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്. ജീവിതത്തിൽ ശരിയും തെറ്റുമൊന്നും ഞാൻ നോക്കാറില്ല. അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുമില്ല. അത് വിട്ടേക്ക്. എന്നാ പിന്നെ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നത്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലിടൻ അടിവണ്ണത്തിന് ഹീറോ ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല അവനെ വേഗം ചെന്ന് പിടിക്കേ.
ഹൗ കാൻ ഐ ഹെൽപ്പ് യു? വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, ഇന്ന് നമ്മുടെ സൺസിറ്റിയെ മിസ്റ്റർ ലഡുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ലഡുവിന്റെ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കീക്കോ? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817 അപ്ലൈ ചെയ്യ്. ഇപ്പോൾ തന്നെ ഫോർമുല നമ്പർ 817 ആക്ടിവേറ്റ് ചെയ്യാം. ആ 2 പമ്പരങ്ങളെയും മിസൈൽ കൊണ്ട് തകർത്തേക്കാം. വേറെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അതല്ലെങ്കിൽ പിന്നെ സൺസിറ്റിക്ക് പമ്പരത്തേക്കാൾ മിസൈൽ കൊണ്ടായിരിക്കും നഷ്ടമുണ്ടാവുക. ഔട്ട് ഓഫ് സിറ്റിക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. മിസ്റ്റർ ലഡു, ഞാനിത് അവസാനത്തെ പ്രാവശ്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഞങ്ങളുടെ ഈ സിറ്റി വിട്ടേച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയേക്ക്. എന്റെ 2 പമ്പരങ്ങൾ തട്ടിവിട്ടതുകൊണ്ട് നീ വലിയ ആളാണെന്നൊന്നും കരുതണ്ട. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്ന് തകർത്ത് കാണിക്കേ. ഇതിപ്പോ എന്റെ നേർക്കാണല്ലോ വരുന്നത്. എത്രയും വേഗം ഓടി രക്ഷപ്പെടണം. എനിക്കറിയാമായിരുന്നു നീ മേയറെ രക്ഷിക്കുവാൻ വേണ്ടി ചാടി ഇറങ്ങുമെന്ന്. ആ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തി. നിന്നെ ഞാൻ എന്റെ പിടിയിലാക്കി. ഇനി അതിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങി ഇവന്റെ ഗതികേട് എന്താകുമെന്ന് അറിയാമോ? മിക്സർ ഗ്രൈൻഡറിനകത്ത് ചട്നി കിടന്ന് കറങ്ങുന്നത് പോലെ നീയും കറങ്ങും. നിന്റെ ഹീറോയുടെ കാര്യം പോക്ക. ഇനി നിന്നെ ആര് രക്ഷിക്കുമെന്ന് പറയൂ. ഹലോ മിസ്റ്റർ ലഡു, പ്ലീസ് കിക്കോ അങ്ങ് വിട്ടേക്കൂ. പകരം ഞങ്ങൾ നിനക്ക് കാശ് തരാൻ തയ്യാറാണ്. എന്നാൽ ആദ്യം കാശ് കൊണ്ടുവന്ന് താ. എങ്കിൽ മാത്രമേ ഞാൻ അവനെ വിട്ടയക്കൂ. ജട്ട്പട്ട്, വേഗം ചെല്ലൂ. എന്റെ ഓഫീസിലുള്ള എല്ലാ പണവും കൊണ്ടുവന്ന് കൊടുക്കൂ. ഞാൻ ഇതാ പോയി, ഇതാ വന്നു. നോക്കൂ മിസ്റ്റർ ലഡു, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പൈസ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഞങ്ങളുടെ കീക്കോ അങ്ങ് വിട്ടേക്കൂ. അവനെ വിട്ടയക്കണോ അതോ തട്ടിത്തെറിപ്പിക്കണോ എന്ന് ആലോചിക്കുക. ഒരു കാര്യം ചെയ്തേക്കാം, രണ്ടും ചെയ്തേക്കാം. ഇവന് മലയുടെ മുകളിൽ നിന്നും തള്ളിവിട്ടേക്കാം. പമ്പരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന കീക്കോ രക്ഷപ്പെടും. മലമുകളിൽ നിന്നും താഴെ വീണ ചത്തും പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു ചെയ്യും? ഇത്രയും ചെറിയ സ്ഥലത്ത് എനിക്ക് സൂപ്പർ സ്പീഡോയെ വിളിക്കാൻ പറ്റില്ലല്ലോ. കമോൺ കീക്കോ, നിനക്ക് മുൻപിൽ കുഴിയാണ്. എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്. ഒരു വശത്ത് ലഡു മാസ്റ്ററുടെ അറ്റാക്ക്, മറുപുറം കീക്കോയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. കിട്ടിപ്പോയി. യെസ്, കിട്ടിപ്പോയി ഐഡിയ. ഡബിൾ കിക്ക് എന്ന് പറഞ്ഞാൽ അത് 2 വാക്കിൽ പറയുകയാണെങ്കിൽ ഡബിൾ പവർ.
വേഗം അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഹലോ ബഡി കീക്കോ, പറയൂ ബഡി സ്പീഡോയോട്, കുട്ടിക്കുറുമുകൾ ചെയ്യണോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണോ? ഹൗ കാൻ ഐ ഹെൽപ്പ് യു? വേഗം പറയൂ. താങ്ക് യു ട്വിങ്കിൾ. രണ്ട് വാക്കിൽ പറയണമെങ്കിൽ മെൻഷൻ നോട്ട്. ആ രാക്ഷസൻ ലട്ടുവിനെ തട്ടി തെറിപ്പിക്കണം മോനെ. അവൻ ഒരുപാട് നമ്മളെ ഇട്ട് കളിപ്പിച്ചിരിക്കുകയാണ്. അവൻ ലഡു ആയാലും ശരി, പട്ടു ആയാലും ശരി, അവന് ഞാൻ പൊക്കിയിരിക്കും, സംശയമില്ല. സാറിപ്പ പറഞ്ഞു വരുന്ന കാര്യം നോക്കാമെന്നാ പറഞ്ഞത്. ആ ചെകുത്താൻ ലട്ടു ഇനി എത്ര സമയം നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു നോക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട മേയർ അങ്കിൾ. നിങ്ങളുടെ കൈവിട്ട് പോയ പണം അതുപോലെ തന്നെ ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. എന്നെ വിശ്വസിക്കൂ, കാശിനെ കുറിച്ച് എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. പക്ഷെ എന്റെ വാച്ച് പൊട്ടിപ്പോയി. വേൾഡ് ലെവലിൽ ഞാൻ നമ്പർ 1 ആയി വന്നപ്പോൾ എന്റെ മമ്മിയാണ് എനിക്കിത് വാങ്ങി തന്നത്. പക്ഷേ കീക്കോ, നമ്മൾ അപകടം പിടിച്ച ലഡുവിനെ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ പോകുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ തടിയന്മാരായ ലട്ടുവിനെ തടഞ്ഞു നിർത്താനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ? എന്റെ ഈ പൊട്ടിപ്പോയ വാച്ച് കൊണ്ടാണോ തടഞ്ഞു നിർത്താൻ പോകുന്നത്? ഇത് കണ്ടോ അങ്കിൾ? ഈ സൂചി ക്ലോക്ക് വൈസിൽ ചുറ്റുന്നത് കണ്ടല്ലോ. അത് തിരികെ വരുമ്പോൾ മറ്റൊരു സൂചി ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുകയാണ്. അതുപോലെ ക്ലോക്ക് വൈസിൽ ചുറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുന്ന ഒരു കാര്യം കൊണ്ട് ഇടിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് കാരണം അത് ഉടൻ തന്നെ നിന്നു പോകും. എന്റെ ദൈവമേ, കീക്കോയുടെ ഐഡിയ കൊള്ളാലോ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ ചിലപ്പം ചീസ് കഴിച്ചോട്ടെ, ഒരുപാട് വിശക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ലട്ടു മാസ്റ്റർ ക്ലോക്ക് വൈസിലാണ് ചുറ്റുന്നത്. പക്ഷെ മറ്റുള്ള 2 പമ്പരക്കാരും ആന്റി ക്ലോക്ക് വൈസിലാണ് ചുറ്റുന്നത്. അവര് തമ്മിൽ ഇടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മുടെ പ്രശ്നം അങ്ങ് തീരും. ഐഡിയ കലക്കി. പക്ഷേ അപകടം പിടിച്ച പമ്പരക്കാരെ ആരാണ് കൂട്ടിയിടിപ്പിക്കുന്നത്? വരൂ സൂപ്പർ സ്പീഡോ. Listen here, oh Lattu Master, you have caused too much disaster. You should get out of here faster. Go faster, yeah. Don't destroy Sun City's beauty. To save it is our own duty. Aju Baju, you can try. We are gonna make you cry. Spin around across the border. Take it strictly, it's an order. It's an order. It's an order. സൂപ്പർ സ്പീഡോ, ദാ പോകുന്നു മിസ്റ്റർ ലട്ടു. സൺ സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഏത് സിറ്റിയാ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്? വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞു. ഫോർമുല നമ്പർ 52 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 52 ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഈ ലട്ടുവിനെ ഞാൻ എങ്ങനെ തളയ്ക്കുന്നു എന്ന് നോക്കൂ. എടാ അജു പാജു, അവന്റെ കഥ അങ്ങ് തീർത്തേക്ക്. ഇപ്രാവശ്യം അവൻ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടരുത്. ഈ മരം മണ്ടന്മാരെന്താ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? വീണ്ടും ഈ പമ്പരം ഞാൻ എങ്ങനെ ചുറ്റി കറക്കും? വേഗം സ്റ്റാർട്ട്. ഓ നോ, അറിയാതെ കവർ ഓപ്പൺ ആയി പോയല്ലോ. കിട്ടിയ ചാൻസ് മിസ്സാക്കാതെ ഞാനും അകത്തെത്തി കഴിഞ്ഞു.
ഇനി താൻ ഈ പമ്പരം വിട്ട് പുറത്തേക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞു. ഞാനിപ്പോ എന്റെ ഈ പമ്പരത്തിനെ നോൺ സ്റ്റോപ്പ് ഡിസ്ട്രോയ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. ഇനി നിന്നെയും നിന്റെ ഈ സിറ്റിയെയും ആർക്കും രക്ഷിക്കാനാവില്ല. അതിപ്പോ നമ്മുടെ സിറ്റിയിൽ നോക്കിയാണല്ലോ പോകുന്നത്. സൂപ്പർ സ്പീഡോ, അതിനെ തടഞ്ഞു നിർത്തണം. കീക്കോ അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സൺസിറ്റിക്കകത്ത് കടന്നാൽ പിന്നെ എല്ലാം തലകീഴായി മാറും. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം എന്നെ ആ പമ്പരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ചേർക്ക്. ഓക്കെ കീക്കോ. അതിനെ ഇപ്പൊ തടഞ്ഞു നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എടാ കൊരകനെ പോലെ അവിടെ ഇവിടെയും ചാടിക്കളിച്ച് അവസാനം നീ തലയും കുത്തി കിടക്കുന്നു. മതിയായോ നിനക്ക്? എന്താ ഈ പറയുന്നേ? സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോയും സൂപ്പർ സ്പീഡോയും വീണ്ടും നമ്മുടെ ഈ സിറ്റിയെ അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേർക്കും മനസ്സുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ പിന്നെ ഈ സന്തോഷം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടാം.